വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇന്ന് ഒന്നാം ഓണമാണ്. ഓണമായിട്ട് ഞാൻ എന്തായാലും ലീവൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്കുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഓണാഘോഷത്തിനിടയിൽ ഒരു മണിക്കൂറും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ച് എന്ത് ചെയ്യാം, പഠിക്കാം. കാരണം നമുക്ക് എന്താ, സമയം വളരെ കുറവാണ് അല്ലേ. ഓണം നമുക്ക് ആഘോഷിക്കാം അല്ലേ, ഒരു ദിവസത്തിൽ അതിലൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ തുടങ്ങാമല്ലോ. വെൽത്ത് ആൻഡ് ദ വേൾഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്, ഈ പറയുന്ന രാജ്യങ്ങൾ ഓരോ സ്ഥലങ്ങൾ അല്ലേ, ഏഷ്യയിൽ വന്നു, അവർ ആഫ്രിക്കയിൽ വന്നു, അവർ അമേരിക്കയിൽ വന്നു, എന്നിട്ട് ആ സ്ഥലങ്ങളിൽ ആദ്യം ട്രേഡിന് വേണ്ടി വന്നു. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടുത്തെ സ്ഥലങ്ങൾ പിടിച്ചടക്കി അത് അവരുടെ കോളനികളാക്കി മാറ്റി. കോളനിയിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നല്ല ലാഭമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പറയുന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ന്യൂ വേൾഡ് ചേഞ്ചിങ് എക്കണോമിക് ഓർഡർ എന്നാണ് നമ്മളെ ആ ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. ഇവിടെ പഠിക്കുന്ന വേറൊന്നുമല്ല, എടാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കോളനികളിലോട്ട് ഇവർ പോയത്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ട്രേഡ് നടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്നതായിരുന്നു ഇവരുടെ ആദ്യകാല പ്രതീക്ഷയെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യക്കാർക്ക് അത്യാവശ്യം ഇവരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പല തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ സാധനങ്ങൾ ഇവരെന്ത് ചെയ്യും, അവരതിനെ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അല്ലേ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പരുത്തി അഥവാ കോട്ടൺ. ഈ പരുത്തി ഇവിടെ കിട്ടും, ഇന്ത്യയിലുണ്ട്, കൃഷിയുണ്ട്. അവിടെ നിന്ന് ഇവരെന്ത് ചെയ്യും, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇവിടെ വെച്ച് എന്ത് ചെയ്യും, അതിനെ തുണിയാക്കി മാറ്റും. അതിനെ വീവിങ്ങിലൂടെ എന്ത് പറ്റും, തുണിയാക്കി മാറ്റിയിട്ട് ഈ തുണി ഇവർ ഇംഗ്ലണ്ടിലും വിൽക്കും നല്ല ലാഭത്തിൽ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ വിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡർമാരുണ്ടായി. എന്തുണ്ടായി, ട്രേഡ് നടത്തുന്ന ആൾക്കാർ. നമ്മളതിന് വ്യാപാരി എന്നല്ലേ പറയുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എന്ത് പറയും, മെർച്ചൻ്റ് എന്ന് പറയും. അങ്ങനെ ട്രേഡിൽ ആദ്യകാലം മുതൽ തന്നെ, അതായത് ഈ പറയുന്ന വാസ്കോ ഡ ഗാമയൊക്കെ പോയപ്പോൾ തന്നെ കൂടെ കുറേ ട്രേഡർമാർ പോകുന്നുണ്ട്. ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ ഒരു സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കൊണ്ടുവരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് മറ്റേ സ്ഥലത്ത് കൂടിയ വിലയ്ക്ക് വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിട്ട് വന്നു. അവരെയാണ് നമ്മൾ മെർച്ചൻ്റുമാരെന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, മെർച്ചൻ്റുമാർ. ഈ പറയുന്ന മെർച്ചൻ്റുമാർ എന്ത് ചെയ്തു, വളരെ ധനികരായിട്ട് മാറി. കാരണം ഭയങ്കര പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇതല്ലേ നമുക്ക് തന്നെ അറിയാം, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങുമ്പോൾ നമുക്കത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പോൾ ഇവിടെയും എന്ത് പറ്റി, ഇവർക്ക് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റോ മെറ്റീരിയൽസ് കിട്ടി. ഇവർ ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ചെറുതായിട്ട് ചെയ്യുന്ന കുടിൽ വ്യവസായം ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ആൾക്കാരുണ്ടല്ലോ, അവരെ കൊടുക്കും. എന്നിട്ട് അവർക്ക് അവരുടേതായ ഒരു കൂലിയും കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്നിട്ട് ഇതേ സാധനം ഇവർ എന്ത് ചെയ്യും, ഇംഗ്ലണ്ടിലും വിൽക്കും നല്ല വിലയ്ക്ക്, അതുപോലെ തന്നെ ഈ പറയുന്ന കോളനികളിലും കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഇവർക്ക് ഒറ്റയടിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഇവർ അതിസമ്പന്നന്മാരായിട്ട് മാറും. അങ്ങനെ ഈ പറയുന്ന കാര്യം ഫുൾ ഇവരുടെ കൺട്രോളിൽ നിൽക്കും. അങ്ങനത്തെ ഒരു വ്യാവസായിക ഓർഡർ നമ്മുടെ ലോകത്ത് വരികയാണ്. അതിനാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാപിറ്റലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ മുതലാളിത്വം എന്നൊരു സംഭവം കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ വ്യവസായ മുതലാളിമാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ്, മെർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആൾക്കാർ വരികയാണ്. അവർ നയിക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന ആ ഒരു രീതിയാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, പേടി നമ്മൾ വലിയ സംഭവമൊന്നുമല്ല, സിമ്പിൾ സാധനമാണ്. നോക്കിയേ, മെർച്ചൻ്റുമാർ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും. ആർക്ക്, ആർട്ടിസൻസ് എന്ന് വെച്ചാൽ അവിടെയുള്ള കരകൗശലം അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഈ പറയുന്ന വീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ഇവർ റോ മെറ്റീരിയൽസ് കൊടുക്കും. ഇവരെന്ത് ചെയ്യും, ഈ ആർട്ടിസൻസിനെ മാനുഫാക്ചർ ചെയ്ത് ഗുഡ്സ് ആക്കിയിട്ട് മാറ്റും. എങ്ങനെയാണ്, വീടിലുള്ള ചെറിയ കുടിൽ വ്യവസായം പോലെ. ഇവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന കൂലി കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, ഈ മെർച്ചൻ്റ് ഇതിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് നല്ല വിലയ്ക്ക് കൊണ്ടുവന്ന് മറ്റു സ്ഥലങ്ങളിൽ വിൽക്കും. അങ്ങനെ ഇവരെന്ത് പറ്റി, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഇടനിലക്കാരൻ. ഇവർ സത്യത്തിലൊന്നും ചെയ്യുന്നില്ല, ഇവർ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു. ഇതിനിടയിൽ കളിക്കുന്നതാണ് വ്യാപാരി അല്ലേ, വ്യവസായം ചെയ്യുന്നു വ്യാപാരി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവർ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഈ ഒരു രീതിയാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡറിൽ അഥവാ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാറ്റമാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വളർന്ന് വരുന്നു. കഴിഞ്ഞ ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, ഇവർ മൊണോപ്പൊളി പിടിച്ചെടുത്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താ മെർച്ചൻ്റ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം ഓരോ കോളനികളിൽ പോയി, കോളനിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഇവർ വാങ്ങി, അല്ലെങ്കിൽ രാജാക്കന്മാരെ മണിയടിച്ചിട്ടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടോ ഒക്കെ പിടിച്ചടക്കിയിട്ടോ ഒക്കെ അവർ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഒപ്പിച്ചു. അത് ഇവരുടെ നാട്ടിൽ കൊണ്ടുവന്നു ചുമ്മാ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ഉദാഹരണം പരുത്തി തന്നെയാണ് എക്സാമ്പിൾ. പരുത്തി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ ഗുണമുണ്ടോ, ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, അതിനെ തുണിയാക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക്
മെറ്റീരിയൽ തരാം, നിങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ തരുന്ന സാധനത്തിനെ എന്താക്കി മാറ്റുക, തുണിയാക്കി മാറ്റി തിരിച്ചു തരിക. നിങ്ങളുടെ പണിക്കൂലി ഞാൻ എന്ത് ചെയ്യും, തരും. അപ്പോൾ പണിക്കൂലി അവർക്ക് കിട്ടുന്നു, അവർ ഹാപ്പി. തുണി എനിക്ക് കിട്ടുന്നു, ഞാൻ ഹാപ്പി. പക്ഷേ ഞാനിത് കൊണ്ടുപോയി വിൽക്കുന്നത് ഡബിൾ ട്രിപ്പിൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ എനിക്ക് ചുളുവിൽ നല്ല കാശ് കിട്ടും. അങ്ങനെ ഞാൻ ധനികനായ സമ്പന്നനായ മുതലാളിയായിട്ട് മാറും. അങ്ങനെയുള്ള മുതലാളിമാർ ഈ പറയുന്ന വ്യവസായം കൺട്രോൾ ചെയ്യുന്നൊരു സമയത്തിനാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. അതായത് മെർച്ചൻ്റ് റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു റൂറൽ ആർട്ടിസൻസിന്, അവർ കോട്ടേജ് ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. ആർട്ടിസൻസിന് അവരുടെ ലേബർ, അവരുടെ തൊഴിലിനുള്ള അതായത് അവരുടെ പണിക്കൂലി മാത്രം കൊടുത്തിട്ട് എന്ത് കിട്ടുന്നു, ഈ മെർച്ചൻ്റ് ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ നല്ല വിലയ്ക്ക് വിറ്റിട്ട് എന്ത് കിട്ടുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പക്ഷേ ഇവരാരാണ്, ഇൻ്റർമീഡിയറീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവർ ഇടനിലക്കാർ മാത്രമാണ്. അത് ഇവർ സ്വന്തമായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഇടനിലക്കാരന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഈ കർഷകരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന ഈ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ കൊണ്ടുപോയി എന്ത് ചെയ്യും, മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടൊക്കെ ചെയ്തിട്ട് നല്ല ലാഭം കൊയ്യും. അവരുടെ കഴിവതിനകത്തുണ്ട്, ഇല്ലെന്നല്ല. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കോളനികളിലൊക്കെ വൽക്കരിച്ച് ഇവർക്ക് നല്ല പൈസ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ഇവർക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ രാജാവിൻ്റെ സൗകര്യത്തിനല്ല ഉപയോഗിച്ചത്. അവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ എപ്പോഴും ആ പൈസ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ, എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ കൂടുതൽ കാശുണ്ടാക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനുകളിലോട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഈ കോട്ടേജ് കുടിൽ വ്യവസായത്തിൽ ഈ പറഞ്ഞ സംഭവം ചെയ്യുമ്പോൾ ഒരുപാട് സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ മെഷീനുകൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ മെഷീനുകളുടെ ഇൻവെൻഷനും അതുപോലെ ഇൻഡസ്ട്രികളുടെ വരവും എന്ത് ചെയ്തു തുടങ്ങി. അതായത് ഇംഗ്ലണ്ടിൽ നമ്മൾ പറഞ്ഞു, ഇംഗ്ലണ്ടുകാർ അവരുടെ വെൽത്ത് എന്തിനാണ് ഉപയോഗിച്ചത്, കൂടുതലായിട്ട് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, ഇംഗ്ലണ്ട് സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ് യൂസിങ് ദ വെൽത്ത് ഗെയിൻഡ് ത്രൂ കോളനൈസേഷൻ. കോളനികളിൽ നിന്ന് കിട്ടിയ വെൽത്ത് ഉപയോഗിച്ചിട്ട് ഇവരെന്ത് സ്റ്റാർട്ട് ചെയ്തു, ഇവർ ഇൻഡസ്ട്രികൾ, വ്യവസായശാലകൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ പറയുന്ന വ്യവസായശാലകൾ വളർന്ന് വലിയ വലിയ ഫാക്ടറികളായിട്ട് മാറി. അങ്ങനെ ഫാക്ടറികളിൽ നിന്ന് നമുക്ക് അതേ പരിപാടി വന്നപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. പണിക്കൂലിയിൽ നല്ല കുറവ് വന്നു. കാരണം പണിക്കൂലി മെഷീൻ പാതി മുക്കാലും ജോലി ചെയ്യുള്ളൂ, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അങ്ങനെ ഇവർക്ക് വീണ്ടും വീണ്ടും ഹ്യൂജ് പ്രോഫിറ്റായി. അങ്ങനെ കമ്പനികൾ അല്ലെങ്കിൽ ഫാക്ടറികൾ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിനാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ, അല്ലേ? ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥ, മുതലാളി ഒരാൾ ധനികനായി മാറുന്നു എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ മെർച്ചൻറ്റുമാർ എന്തായി, മുതലാളിമാരായ കാലഘട്ടം മെർച്ചൻ്റ് ക്യാപിറ്റലിസം. മെർച്ചൻ്റ് എന്ന് വെച്ചാൽ വ്യാപാരികൾ മുതലാളിമാരായത് വ്യാവസായിക അല്ലേ. അതിൻ്റെ മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ മലയാളം നോക്കിയതായിരുന്നു, മലയാളം മീഡിയം പിള്ളേർ കൂടി വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ ഫ്ലോ കട്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ മുതലാളിത്ത അല്ലേ, വ്യാപാരി മുതലാളിത്തം, അങ്ങനെ എന്താണ് ആ വാക്ക് നിങ്ങൾക്കറിയാം. കേട്ടോ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മലയാളം മീഡിയം ടെസ്റ്റും കൂടി കൈ വെച്ചേക്കുക. എന്നിട്ട് ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ, അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകൾ മാക്സിമം എന്ത് ചെയ്യാം, മലയാളം കൂടെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഞാൻ വലിയ ഇംഗ്ലീഷുകാരനായതുകൊണ്ട് അങ്ങനെയല്ല, എനിക്ക് പഠിച്ച ശീലമുള്ളത് ഇതിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഞാൻ ഇംഗ്ലീഷുകാർ, ഞാൻ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച ആളാണ്. ഓക്കെ, നമുക്ക് ഈ വായിക്കുന്ന ഇംഗ്ലീഷ് എനിക്കും അറിയാവും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകൾ ഇങ്ങനെ മലയാളത്തിലോട്ട് മാറുമ്പോൾ നമുക്കത് ശീലമില്ല. വശമില്ലാത്തതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മലയാളം മീഡിയം പറ്റിയാൽ ഞാൻ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മലയാളം മീഡിയം ടെസ്റ്റ് വെച്ചിട്ട് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഇത് രണ്ടുകൂടി പറയുമ്പോഴത്തേക്ക് ഫ്ലോ കട്ടായത് കുളമാവും മൊത്തത്തിൽ, ഇപ്പോൾ ആയ പോലെ. ശരി, അടുത്ത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വ്യാപാരികൾ മുതലാളിമാരായത് മെർച്ചൻ്റ് ക്യാപിറ്റലിസം. എന്നാൽ ബിസിനസ് തുടങ്ങി, ഫാക്ടറികൾ തുടങ്ങി, ഇൻഡസ്ട്രികൾ തുടങ്ങി, ഇൻഡസ്ട്രിയുടെ മുതലാളിമാർ ഇൻഡസ്ട്രി നടത്തുന്നവർ മുതലാളിമാരാകുന്ന ഒരു കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ അത് വന്നു. അപ്പോൾ ഇതിന് ഫലമായിട്ട് എന്ത് വന്നു, ഇംഗ്ലണ്ടിലുടനീളം ഈ പറയുന്ന ഫാക്ടറികൾ വരാൻ തുടങ്ങി. ഫാക്ടറികൾ വരാൻ തുടങ്ങി. അങ്ങനെ ഫാക്ടറികൾ, ഇൻഡസ്ട്രികൾ വന്നപ്പോൾ അവിടെ സംഭവിച്ചതിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്തുവാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കണ്ടോ, ഈ പറയുന്ന ഇംഗ്ലീഷ് ചാനലിലെ ഇരുവശങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാമല്ലോ, ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നത് അന്ന് കൽക്കരിയിലൊക്കെ ആയിരുന്നു, അതുപോലെ വൈദ്യുതിയിലല്ല. അപ്പോൾ വലിയ വലിയ പുകക്കുഴലുകൾ, അവിടുന്ന് പുകയും, അങ്ങനെ ആകെ സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ മൊത്തത്തിൽ മോശമായി. സാമ്പത്തികമായി കുറേ ആൾക്കാർ ധനികരായെങ്കിലും മൊത്തത്തിലൊരു പ്രശ്നമാണ് ഇങ്ങോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വിലയില്ലാതായി. വില എത്ര എന്തിനായി, ഈ പറയുന്ന ഫാക്ടറികൾക്ക് ഇമ്പോർട്ടൻസ് ആൾക്കാർ കൊടുത്തു. അവിടെ പണിയെടുക്കാൻ ഒരുപാട് ആൾ വന്നു. അങ്ങനെ അവർക്ക് ജോലിയും കാര്യങ്ങളും കിട്ടിയെങ്കിലും കുറേ പ്രശ്നങ്ങളും. ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, ഒരു കമ്പനി വരുമ്പോൾ കുറേ ഗുണമുണ്ടാകും, കുറേ ദോഷമുണ്ടാകും.
അതാണ് സംഭവം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട് കേട്ടോ, ഇവിടെ കിടക്കുകയാണ്. ഹൗ ഡസ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഡിഫർ ഫ്രം മെർച്ചൻ്റ് ക്യാപിറ്റലിസം? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവിടെ പ്രൊഡക്ഷൻ നടത്തുന്ന ആരായിരുന്നു? ആർട്ടിസൻസ് ആയിരുന്നു, റൂറൽ ഏരിയാസിലായിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രമാണ് ഇവർ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇവർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ മെർച്ചൻ്റ് ഇവർക്കിടയിൽ ഒരു ഇൻ്റർമീഡിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരനായിട്ടാണ് ആക്ട് ചെയ്തത്, പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഇടയിലായിട്ട്. ഇതാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ കൂടുതൽ എന്തായിരുന്നു, കോട്ടേജ് ബേസ്ഡ്, അഥവാ എന്താണ് നമ്മുടെ ഈ കുഴൽ വ്യവസായങ്ങളായിരുന്നു. ആർട്ടിസൻസ് വീട്ടിൽ നിന്ന് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കും, അവർക്ക് ആവശ്യമുള്ള പണിക്കൂലി കിട്ടും, മലിനീകരണവും കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഓക്കെ, മെർച്ചൻറ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വിലയിലുണ്ടാകുന്ന വ്യത്യാസമായിരുന്നു. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വന്നപ്പോൾ കളി മാറി. എന്ന് വെച്ചാൽ നോക്കിയേ, ഇൻഡസ്ട്രികൾ വന്നതോടുകൂടി ഈ പറയുന്ന കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനികൾ വന്നു, അതിലൂടെ എന്ത് പറ്റി, ഇൻഡസ്ട്രികൾ രൂപീകരിച്ചു. ഈ ഇൻഡസ്ട്രികൾ വന്നതോടുകൂടി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോട്ടേജ് അഥവാ സ്മോൾ സ്കെയിലിൽ നിന്ന് മാറിയിട്ട് വലിയ വലിയ ഫാക്ടറികളിലായി. ഈ ഫാക്ടറികളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മുതലാളിമാർ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും അങ്ങനെ വ്യാപാരി മുതലാളിയായതിന് പകരം ഇപ്പോൾ എന്താണ്, ഈ ഫാക്ടറിയിൽ ഇൻഡസ്ട്രി നടത്തുന്ന ആൾക്കാർ മുതലാളിമാരായിട്ട് മാറി അവർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മെഷീൻ ബേസ്ഡ് പ്രൊഡക്ഷൻസിലായിരുന്നു കൂടുതലായിട്ടും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ വ്യവസായം വളർന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് മഴ പെയ്യുന്നുണ്ടോ എന്നാണ്. കുറച്ച് തുണിയൊക്കെ കഴുകി മുകളിൽ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ വരികയാണെങ്കിൽ എനിക്ക് എണീറ്റ് പോകണം, അതിനാണ് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറൊന്നുമല്ല. ശരി, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ എന്തുണ്ടാവുന്നു, ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകും. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1780 തൊട്ട് 1850 വരെ ഏതാണ്ട് 100ഓളം വർഷത്തിനിടയിൽ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീനറീസ്, മെഷീനുകളുടെ വരവോടുകൂടി ഈ പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സും ഉടനീളം അങ്ങോട്ട് മാറി. ഓക്കെ, ആദ്യം തുടങ്ങുന്നത് നമ്മുടെ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യത്തിലോട്ടും ഇത് വന്നു. പുതിയ എനർജി സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ, പുതിയ ഹൈടെക് മെഷീൻസ് കണ്ടുപിടിക്കാൻ, അങ്ങനെ മെഷീനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഉൽപ്പാദന രീതി, പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നു. ഇതിനെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്, വ്യാവസായിക വിപ്ലവം. ഓക്കെ, വ്യാവസായിക വിപ്ലവം അല്ലേ, വ്യാവസായിക വിപ്ലവമാണ് മലയാളം എന്ന് തോന്നുന്നു. ഓക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1780 തൊട്ട് 1850 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉൽപ്പാദന അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് മെഷീനുകൾ ഉപയോഗിച്ച് നടത്താൻ തുടങ്ങി. ഇതിനെയാണ് ഇന്ന് വിളിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 18ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. ഓക്കെ, ദ ഫാക്ടറീസ് ക്യാരിഡ് ഔട്ട് മാസ് പ്രൊഡക്ഷൻ യൂസിങ് മെഷീൻസ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മെഷീനറീസ് ഇൻ ടു ദ മാനുഫാക്ചറിങ് സെക്ടർ ബ്രോട്ട് അബൌട്ട് മെനി ചേഞ്ചസ്. സച്ച് ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ബിറ്റ്വീൻ 1780 ആൻഡ് 1850 were described as ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇതിനാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഈ പറയുന്ന വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ മാറ്റം എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെഷീനുകൾ ഉപയോഗിച്ചിട്ടാക്കി, അപ്പോൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആവും. ഓക്കെ, മെറ്റലർജിയിൽ ഉണ്ടാകുന്ന അഡ്വാൻസ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ ഇരുമ്പ് ഉരുക്ക്, സ്റ്റീലിൻ്റെ ഉൽപ്പാദനം, ഇതൊക്കെ വന്നപ്പോഴത്തേക്കും കൂടുതൽ നല്ല ടൂൾസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് മെറ്റലർജി എന്ന് വെച്ചാൽ ഇരുമ്പിനെ ഉരുക്കി, നമുക്ക് ഈ പറയുന്ന ഇരുമ്പ് ഓറിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിനെ ഉരുക്കിയിട്ട് നല്ല ഇരുമ്പാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ മെറ്റലർജിയിൽ വരുന്നത്. അത് മാത്രമല്ല ഇതിനെ പല രീതിയിൽ ഒഴുക്കി പുതിയ മെഷീൻസ്, ടൂൾസ്, സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലും ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള പല ടൂൾസുകളും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അടുത്ത് സ്റ്റീം എഞ്ചിനുകളുടെ വരവ്. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എഞ്ചിനുകൾ എന്താണ്, IC എഞ്ചിൻ, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് എന്ന് പറയും, ഫ്യൂവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലത്തെ പണ്ട് കാലത്തുണ്ടായതാണ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീമിൻ്റെ പവറിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ എന്താണ്, കൽക്കരി കത്തിച്ച് ഈ പറയുന്ന കൽക്കരിയിൽ നിന്നുള്ള ചൂട് വെച്ചിട്ട് വെള്ളത്തിനെ നീരാവിയാക്കി, ആ നീരാവി വെച്ച് ഇന്നും നമ്മൾ പ്രവർത്തിക്കും. തെർമൽ പവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ കണ്ടെത്തലുകളൊക്കെ ഈ കാലത്ത് നടക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഈ മെഷീനുകളെ കറക്കാനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഇവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറികളിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റി. അങ്ങനെ നിർമ്മിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പുകക്കുഴലുകളൊക്കെ കാണിച്ചു തന്നല്ലേ, കണ്ടോ? കാരണം എന്താ, കൽക്കരിയാണിത് പലപ്പോഴും ഇതിനകത്ത് കത്തിക്കാൻ തുടങ്ങുന്നത്, കൽക്കരി പോലത്തെ ഫ്യൂവലുകളാണ്. അപ്പോൾ പുക കൊണ്ട് നിറഞ്ഞ ഒരു ഇംഗ്ലണ്ടാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ട്രെയിനുകളുടെ വരവ് വന്നു. അങ്ങനെ ഒറ്റയടിക്ക് മാസമായി സാധനങ്ങൾ കൊണ്ടുപോകാനും കപ്പൽ മാർഗമുള്ള ട്രേഡും ഒക്കെ എന്ത് ചെയ്തു, വികസിച്ചു. പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ഫ്രം കോട്ടേജസ് ടു ഫാക്ടറീസ്, അല്ലേ, കുടിലുകളിൽ നിന്ന് ഇത് പറയുന്ന ഈ പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഫാക്ടറികളിലോട്ട് മാറുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നു. ഇതാണ് സംഭവം. ഓക്കെ, മേജർ ചേഞ്ചസ് എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെഷീനുകളിലൂടെയായി. മെറ്റലർജിയിലുണ്ടായ ഗുണം കാരണം പുതിയ നല്ല നല്ല ടൂൾസുകൾ ഡെവലപ്പ് ചെയ്തു. ഈ പറയുന്ന സ്റ്റീമിനെ എനർജിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പഠിച്ചു. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്തു. ഫാക്ടറികളിലോട്ട് പ്രൊഡക്ഷനും മാറി.
അപ്പോൾ എല്ലാ ഗുണങ്ങൾക്കും ദോഷവും ഉണ്ടാവും. പക്ഷേ ഇത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവും അതുപോലെ നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്, ഫാക്ടറികൾ ഉയർന്നു വന്നു. ആയിക്കോട്ടെ, ഫാക്ടറികൾ ഉയർന്നു വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? തൊഴിലാളികളെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബറേഴ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ 12-11 മണിക്കൂറുകളിലുള്ള ഷിഫ്റ്റിലാണ് ആൾക്കാർ ജോലി ചെയ്തിരുന്നത്. അതായത് മെഷീനുകൾ തളരാതെ നോക്കുമ്പോൾ ആ മെഷീനോടൊപ്പം തൊഴിലാളികൾ എന്ത് ചെയ്യണം? തളരാതെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പിരിച്ചുവിടും എന്നൊരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ തൊഴിലാളികളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. പ്രൊഡക്ഷൻ കൂടിയോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കൂടി. പക്ഷേ പോവർട്ടിയും എപ്പിഡമിക്സും വന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ സംഭവം? ഈ തൊഴിലാളികൾക്ക് വേണ്ടത്ര കൂലി ഇല്ലാതായി. അതായത് മെഷീൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 തൊഴിലാളി ചെയ്തുകൊണ്ടിരുന്ന സാധനം ഒരു മെഷീൻ ചെയ്യും. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരുത്തം മതി. 9 പേർക്ക് തൊഴിലില്ല. പോവർട്ടി ഉണ്ടായോ? ഈ പറയുന്ന പൊല്യൂഷനും മറ്റു കാരണവും പകർച്ചവ്യാധികളും പിടിപെടാൻ തുടങ്ങി. ഈ പിക്ചർ കണ്ടാൽ അറിയാം, വൃത്തിയും വിനയും ഇല്ലാത്ത, അതായത് ഒരു വശത്ത് നഗരങ്ങളും ഈ പറയുന്ന ഫാക്ടറികളും കെട്ടിപ്പടുത്തപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചേരികളും എന്ത് ചെയ്യാൻ തുടങ്ങി? ഫോം ചെയ്യാൻ തുടങ്ങി. ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. മെഷീൻസിനെ പറ്റി അറിയാവുന്നുള്ള കഴിവുള്ള വിവരമുള്ളവർക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ, നല്ല ശമ്പളത്തിന് ജോലി കിട്ടിയപ്പോൾ സാധാരണക്കാരൻ്റെ ജോലി സമയം കൂടി, ശമ്പളം കുറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വലിയ ശമ്പളം ഇല്ലാത്തൊരവസ്ഥ വന്നു. അർബണൈസേഷൻ ആരംഭിച്ചു, അഥവാ നഗരവൽക്കരണം വന്നു. സിറ്റികൾ വന്നു, പടികൂട്ടൻ ബംഗ്ലാവുകൾ വന്നു, അടിപൊളിയായി. അതിൻ്റെ സൈഡിൽ തന്നെ ചേരികളും വന്നു. അർബൻ ലൈഫ് തുടങ്ങി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ സിറ്റി പോർഷ് ലൈഫ് തുടങ്ങി. പക്ഷേ എന്തായി? ബിസി ആയിട്ട് പൊല്യൂട്ടഡ് സിറ്റിയുടെ മറുവശം പൊല്യൂട്ടഡ് ആയിട്ടും മലിനീയമായിട്ട് മാറാനും തുടങ്ങി. പൈസക്കാരൻ്റെ ലിവിങ് കണ്ടീഷൻ കൂടി. പക്ഷേ പാവപ്പെട്ട ജോലിക്കാരൻ്റെ ലൈഫ് എന്തായി? മിസറബിളായിട്ട് മാറി. കാണാതെ എന്തെങ്കിലും പഠിക്കണോ? നിങ്ങൾക്ക് തന്നെ 5 പോയിൻ്റ് എഴുതാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇൻഡസ്ട്രി വന്നു അല്ലേ? അപ്പോൾ എന്ത് വന്നു? ഫാക്ടറി വന്നു, ഇൻഡസ്ട്രി വന്നു. അപ്പോൾ പ്രൊഡക്ഷൻ്റെ സ്പീഡ് കൂടി. അവർ പുതിയ ജോലിക്കാർ വന്നു. ജോലിക്കാരും നഗരങ്ങളും വന്നപ്പോൾ നഗരവൽക്കരണം ഉണ്ടായി. ആൾക്കാരുടെ ജീവിത രീതി ശൈലി മാറുന്നു, കൂടുതൽ പൈസ കിട്ടുന്നു. മറുവശത്തോ ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോവർട്ടിയും പിന്നെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചവർക്ക് പകർച്ചവ്യാധികളും സംഭവിച്ചു. തൊഴിലാളികൾക്ക് വലിയ വിലയില്ലാതായി. അതായത് ഇവൻ കളഞ്ഞിട്ട് പോയാൽ പോട്ടെ, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേറൊരുത്തിന് കിട്ടിയാൽ മതി, ബാക്കി മെഷീൻ നോക്കിക്കോളും. തൊഴിലാളികളെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടി. അപ്പോൾ അവർക്ക് തന്നെ രോഗങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ പൊല്യൂഷൻ, വൃത്തിയില്ലാത്ത സാഹചര്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും അന്ന് ചൈൽഡ് ലേബറൊക്കെ അന്നുണ്ട്, വലിയ ശമ്പളം കൊടുക്കാതെ അങ്ങനെ ഒരു കഷ്ടപ്പാടിലോട്ട് മാറി. അങ്ങനെ ഗുണവും ദോഷവും രണ്ടും ചേരുന്നതായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സൊല്യൂഷൻ? അപ്പോൾ നോക്കിയേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൾക്കാരുടെ റെസ്പോൺസ്? ഇത് ശരിയാവത്തില്ല അല്ലേ? ഈ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ പറയുന്ന സാധനത്തിനാണ്. ലാഭം, പ്രോഫിറ്റാണ് വലുത്. എന്തിനല്ല വലുത്? മനുഷ്യനും മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ല വലുത്. അപ്പോൾ ഇതിനൊരു ബദലെന്ന രീതിയിലാണ് എന്ത് വരുന്നത്? സോഷ്യലിസം വരുന്നത്. സോഷ്യലിസം അല്ലേ? ഇപ്പോൾ SFIക്കാർ കാണുന്നുണ്ടാവും അല്ലേ? കുറേ DYFI SFI സഖാക്കന്മാരൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗമാണ്. അതാ കണ്ടോ, നിങ്ങളുടെ ആചാര്യൻ ഇവിടെ ഇരിപ്പുണ്ട്. ആരാണ്? നമ്മുടെ കാറൽ മാർക്സ്. അപ്പോൾ കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും കേട്ടിട്ടുണ്ടാവുമല്ലോ. പല പാർട്ടി പ്രവർത്തകർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരാണ് ഈ പറയുന്ന കാർൽ മാർക്സും ഫെഡറിക് എംഗൽസും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയ വന്നു. അതായത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അങ്ങനെ മനുഷ്യന് ഒരു വിലയും കൊടുക്കാതെ പോയാൽ ശരിയാവത്തില്ല. അതായത് ഈ പറയുന്ന രീതിക്കൊരു മാറ്റം വരണം. ഓക്കെ, ദ ഇൻഡസ്ട്രിയൽ അബ്യൂസ് ലെഡ് ടു റെസിസ്റ്റൻസ്. തൊഴിലാളികൾ സംഘടിക്കാനും അവർ ഇതിനെ എതിർക്കാനും തുടങ്ങി. അങ്ങനെ സോഷ്യലിസം ഇതിന് ഇതിനൊരു സൊല്യൂഷനായിട്ട് മാറി. അതായത് കാശുകാരൻ എന്നൊരു സംഭവമൊന്നും അങ്ങനെ വേണ്ട. അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് മുതലാളിമാർ തീരുമാനിക്കുന്നത് വേണ്ട. പകരം ഇതെല്ലാം എന്ത് ചെയ്യും? തൊഴിലാളികൾ അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്ന് ഇലക്ട് ചെയ്ത് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? തീരുമാനിക്കും. അല്ലെങ്കിൽ തൊഴിലാളികൾ തന്നെ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. കാരണം ഫാക്ടറികളുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളുടെ യഥാർത്ഥ അവകാശികൾ തൊഴിലാളികളാണെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അല്ലേ? മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ പറയുന്നത് സോഷ്യലിസം. ഓണത്തിന് പഠിപ്പിക്കാൻ പറ്റിയ ടോപ്പിക്. മാവേലി ജീവിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന നാട് ഇതുപോലെയൊക്കെ ആയിരുന്നു. എല്ലാവരും തുല്യരാണ്.
മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെയൊക്കെ വസിച്ചിരുന്ന കാലം പോലത്തെ ഒരു കാലം ഉണ്ടാകുമെന്ന് പറയുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദ സോഷ്യലിസം എയിംഡ് ഫോർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. സാധനങ്ങളെല്ലാം തുല്യമായി എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. റിസോഴ്സസ് എന്ന് പറയുന്നതിന് കോമൺ ഓണർഷിപ്പാണ് വേണ്ടത്. അതായത് മുതലാളി എന്നൊന്നുമില്ല. ഇപ്പോൾ സർക്കാർ സ്ഥാപനം പോലെ നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. സെക്രട്ടേറിയറ്റിന് ഒരു മുതലാളിയുണ്ടോ? ഇല്ല. KSFക്ക് ഒരു മുതലാളിയുണ്ടോ? ഇല്ല. KSEBക്കോ? ഇല്ല. KSRTCക്കോ? ഇല്ല. ഒരു മുതലാളിയാണോ? അല്ല. അധികാരികൾ, മന്ത്രിമാർ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വന്നു പോവും, അവർ ഈ കാര്യം നോക്കി പോകണം. ഇതെല്ലാം കോമൺ സർക്കാരിൻ്റെ സ്വത്തുകളായിരിക്കുന്ന ഒരു പരിപാടിയാണ്. കാറൽ മാർക്സും ഫെഡറിക് ഏംഗൽസുമാണ് ഈ പറയുന്ന സോഷ്യലിസത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കി കൊണ്ടുവന്നത്. ആദ്യം ഇത് നടക്കുമെന്നുള്ള സംശയം മാറി ഇത് നടക്കും എന്ന ലെവലിൽ ഇവരെന്ത് ചെയ്തു കൊണ്ട് എത്തിച്ചു. ഓക്കെ, various forms of resistance and ideologies emerged with socialism being one of the most significant. അതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് സോഷ്യലിസം ആയിരുന്നു. The core principle of socialist ideology was the equitable distribution of goods and resources and the common ownership of means of production. പിടിയിട്ട് കാണുമല്ലോ എന്താണെന്ന്. എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുക, കോമൺ ഓണർഷിപ്പ് പരിപാടികൾ. കാറൽ മാർക്സും ഫെഡറിക് ഏംഗൽസുമാണ് ഇതിൽ പിവറ്റൽ റോളിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. പിന്നീട് ഇത് പ്രധാനമായിട്ട് വരുന്നുണ്ട്. റഷ്യയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട്. അല്ലെങ്കിൽ അന്ന് റഷ്യയില്ല, USSR. ഓക്കെ, ഈ USSRലൊക്കെ ഇത് പിന്നീട് ഭയങ്കരമായിട്ട് വരികയും അങ്ങനെ റഷ്യൻ വിപ്ലവം പിന്നെ ചൈനയിൽ വരുന്നുണ്ട്. അങ്ങനെ ചൈനീസ് വിപ്ലവമൊക്കെ നടക്കുന്നും ഉണ്ട്. ഓക്കെ, കാരണം ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം വളർന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് മനുഷ്യന് വിലയില്ല, റിസോഴ്സുകൾക്ക് വിലയില്ല, നാടിന് ഭൂമിക്ക് വിലയില്ല, കാശിന് മാത്രം വില എന്നായപ്പോൾ ആൾക്കാർ തിരിഞ്ഞു. അതെന്താണ്? അപ്പോൾ ഇമ്പീരിയലിസത്തിലോട്ട് പോകുന്നത് എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അങ്ങനെ ഇത് മൂത്ത് കഴിയുമ്പോഴാണ് പിന്നെ ഒന്നാം ലോക മഹായുദ്ധവും പവറിന് വേണ്ടിയുള്ള അടിയും ഒക്കെ തുടങ്ങുന്നത്. അത് പിന്നീട് നോക്കാമല്ലോ. ഇപ്പോൾ ഇന്ന് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട്